ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം, അതിൻ്റെ 51 52 വാക്യങ്ങൾ. ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പും പുതപ്പിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവർ അവനെ പിടിച്ചു, അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി. യേശു തമ്പുരാനെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ പടയാളികളൊക്കെ വന്ന് യേശു തമ്പുരാനെ കെട്ടപ്പെട്ടവനായിട്ട് കെട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒരു ബാല്യക്കാരൻ, പേരില്ലാത്ത ഒരു ബാല്യക്കാരൻ മാത്രം യേശുവിനെ അനുഗമിക്കുന്നത് കാണുകയാണ് നമ്മളവിടെ. ഒടുവിൽ അവനും നഗ്നനായി ഓടിപ്പോകേണ്ടി വന്നു, ഗത്യന്തരമില്ല. നമുക്കറിയാം, ഇസ്കറിയാത്ത യൂദ യേശു തമ്പുരാനെ 30 കാശിന് ഒറ്റിക്കൊടുത്തു, വിറ്റ് കഴിഞ്ഞിട്ട് ഈ യഹൂദന്മാരോട് പറയുന്നുണ്ട്, രാത്രിയിലാണ്, നിങ്ങൾ ഒരു അടയാളമായിട്ട് ഞാൻ യേശുവിനെ പോയി ചുംബിക്കും, അതാണ് ഞങ്ങളുടെ ഗുരു, അവനെ പിടിച്ചോളണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പിടിക്കാൻ വരികയാണ്. തൻ്റെ പ്രതിസന്ധിയിൽ എല്ലാവരും ഓടിപ്പോകും, എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോകുന്നുണ്ട്. നമുക്ക് അതിനു മുമ്പ് യേശു തമ്പുരാൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എങ്കിൽ ഇടരും. ഈ തനിക്ക് സംഭവിക്കാനുള്ളതോടെ പറയുമ്പം യേശു തമ്പുരാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും ആ സമയത്ത് നിങ്ങൾ ഓടിപ്പോകുമെന്ന് പറയുമ്പം എല്ലാ ശിഷ്യന്മാരും പറയുന്നുണ്ട്, വീരവാദം മുഴക്കുന്നുണ്ട്, ഞങ്ങളങ്ങനെ ചെയ്യത്തില്ല. പത്രോസ് പറയുകയാണ്, എൻ്റെ ജീവൻ പോയാലും ഞാൻ നിൻ്റെ കൂടെ നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ തൻ്റെ പ്രതിസന്ധി വന്നപ്പോൾ എല്ലാവരും ഓടിപ്പോയി. നമുക്കറിയാം, അവരെയൊക്കെ ചേർത്ത് നിർത്തിയതാണ് യേശു തമ്പുരാൻ. ഈ യേശു തമ്പുരാനെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് തന്നെ അവരുടെ യോഗ്യത നോക്കിയോ, വിദ്യാഭ്യാസ യോഗ്യതയോ അവരുടെ നീതി നോക്കിയോ ഒന്നുമല്ല, തനിക്ക് ബോധിച്ചവരെ തിരഞ്ഞെടുത്തെന്നാണ് പറയുന്നത്. ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 3-ാം അധ്യായത്തിൽ പറയുന്നത്, ഒരു മലയിൽ യേശു തമ്പുരാൻ കയറിപ്പോകുന്നു, പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് തനിക്ക് ബോധിച്ചവരെ, തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തിരഞ്ഞെടുക്കുക. ആ ഇഷ്ടം കർത്താവിന് മാത്രമേ അറിയൂ. എന്തിഷ്ടം കൊണ്ടാണ് അവരെ, എന്ത് യോഗ്യത കൊണ്ടാണ് തിരഞ്ഞെടുത്തത്. ഒരുപക്ഷെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പത്രോസ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തള്ളി പറയുന്ന ആളാണ്. അത് കഴിഞ്ഞ് പിന്നെയും അനുദപിച്ച് കർത്താവിൻ്റെ പുറകെ വരുന്ന ഒരു പ്രകൃതമാണ് പത്രോസിൻ്റെത്. പക്ഷെ ആ പ്രകൃതമായിരിക്കാം ശംബ്രാന് പത്രോസിനെ ഇഷ്ടപ്പെടുവാനുള്ള കാരണം. അല്ലെങ്കിൽ തോമാശ്ലീയ എടുത്തിയാട്ടക്കാരനാണ്. നമുക്കും ലാസറിനോട് പോയി മരിക്കാമെന്നൊക്കെ പറയുന്നത് എടുത്തിയാട്ടക്കാരനാണ്. ആ എടുത്തിയാട്ടമായിരിക്കാം ഒരുപക്ഷെങ്കിൽ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഇടിമക്കളായ യാക്കോബും യോഹന്നാനും ഒക്കെ അവരുടെ സ്ഥാനമോഹങ്ങളായിരിക്കാം, ആ പ്രകൃതമായിരിക്കാം യേശു തമ്പുരാനെ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ ഇസ്കറിയാത്ത യൂദായെ തന്നെ അവൻ്റെ കുടിലതന്ത്രമായിരിക്കുക, അങ്ങനെ ഉള്ളതിന് തന്നെ ഒരു ശിഷ്യനായിട്ട് ഇരുന്നോട്ട് എന്ന് കരുതി അതായിരിക്കും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായാലും ഇവരെയൊക്കെ ഒരുപാട് സംരക്ഷിച്ചതാണ്, ഒരുപാട് സഹായിച്ചതാണ് യേശു തമ്പുരാൻ. അവർ മീനില്ലാതെ വലയുമ്പോൾ അവിടെ ചെന്ന് മീൻ പിടിക്കാൻ അവിടെ ഐഡിയ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാറ്റും കോളും നിറഞ്ഞ പടകിൽ ഇങ്ങനെ വരുമ്പോൾ വിഷമിക്കുമ്പോൾ അവരെ ചേർത്ത് നിർത്തി അവരെ രക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഈ യഹൂദന്മാർ പലപ്പോഴും അവരെ വിമർശിക്കുന്നുണ്ട്. അവർ കൈ കഴുകുന്നില്ലെന്ന് പറയാൻ വിമർശിക്കുമ്പോൾ അവിടെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യേശുവിനെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കതിർ പറിച്ചിന് ന്യായപ്രമാണ ലംഘനമാണ് നടത്തുന്നത് സത്യത്തിൽ. അപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് യേശു തമ്പുരാൻ. അവരുടെ നിർണായക നിമിഷങ്ങളിലൊക്കെ യേശു തമ്പുരാൻ അവരെ ചേർത്ത് നിർത്തി. എന്നാൽ തൻ്റെ ആ നിർണായക ഘട്ടം വന്നപ്പോൾ ഈ ഇന്നത്തെ ലോകത്ത് സംഭവിക്കുന്ന പോലെ എല്ലാവരും ആ പ്രതിസന്ധിയിൽ അവനെ വിട്ടിട്ട് ഓടിപ്പോയി. യേശു തമ്പുരാൻ മാത്രം അവിടെ ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ഏറ്റവും വിശ്വസിക്കുന്ന കൂട്ടുകാരോ സൗഹൃദ ബന്ധങ്ങളോ സഹോദരങ്ങളോ ഒക്കെ നമ്മുടെ പ്രതിസന്ധിയിൽ എനിക്കിതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോകും പോലെ ഈ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. അപ്പോഴും പേരില്ലാത്ത, പ്രശസ്തിയില്ലാത്ത ഒരു ബാല്യക്കാരൻ യേശു തമ്പുരാനെ അനുഗമിക്കുകയാണ്. അവിടെ ആ അനുഗമനം എന്ന് പറയുന്നത് ഒരുപക്ഷെ യേശു തമ്പുരാനിൽ എന്തെങ്കിലും സഹായം നേരത്തെ കിട്ടിയിരിക്കാം, സൗഖ്യം പ്രാപിച്ചിരിക്കാം, അല്ലെങ്കിൽ യേശു തമ്പുരാൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ബാല്യക്കാരൻ തൻ്റെ ഗുരുവിനെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് പടയാളിയിൽ കെട്ടിക്കൊണ്ട് പോകുമ്പോൾ അത് സഹിക്കവയ്യാതെ യേശുവിനോടൊപ്പം ആ രാത്രിയിൽ ഇങ്ങനെ അനുഗമിക്കുകയാണ്, യേശുവിനോട് അനുഗമിക്കുക. കുറേയേറെ കഴിഞ്ഞപ്പം ഒരു ശല്യമായി തോന്നിയപ്പം പടയാളികൾ അവന് നേരെ തിരിയുന്നുണ്ട്. അവനെ ഒരുപാട് ദ്രോഹിച്ചു കാണും. അപ്പോഴായിരിക്കും അവന് തൻ്റെ വസ്ത്രം ഇട്ടിട്ട് ഓടിപ്പോയി നഗ്നനാകുകയാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മൾ യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, യേശുവിൻ്റെ വേല ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ നഗ്നരാകേണ്ട അവസ്ഥ നമുക്ക് പ്രതീക്ഷിക്കാം. ഏത് സമയത്തും നമ്മൾ അപമാനിതരാകാം, നമ്മളെ കുത്തുവാക്കുകൾ കൊണ്ട് നമ്മൾ പരിഹസിച്ചിരിക്കാം, ഈ ലോകം നമ്മെ നോക്കി ചിരിക്കാം യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ. ഇത് യേശുവിനെ സംബന്ധിച്ചാണ് എപ്പോഴും അങ്ങനെ ഒരു വേല ചെയ്യുമ്പോൾ, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ നമ്മളെ താഴ്ത്തിക്കെട്ടാം. എന്തെല്ലാം അപവാദങ്ങൾ, ഏതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ സമൂഹത്തിൽ താഴ്ത്തിക്കെട്ടാം. ഒരിക്കലും
ഒരു ധ്യാന കേന്ദ്രത്തിന് മുമ്പിൽ കൂടി ഇങ്ങനെ ബസ് യാത്ര ചെയ്യുകയാണ്. ബസ് യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിൽ മൊത്തം ഈ ധ്യാന കേന്ദ്രത്തിലേക്കുള്ള ആൾക്കാരാണ്. ഭയങ്കര തിരക്കാണ്. അപ്പം ഒരു അല്പം മദ്യപിച്ച ഒരാൾ അവിടെ നിന്ന് പറയുക, ഓ ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ബസ്സിൽ പോലും കയറാൻ പറ്റില്ല. അദ്ദേഹം അങ്ങനെ അസഭ്യം പറയുകയാണ്. ഈ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ പറയുന്നത്, അവളുമാരൊക്കെ വേദപുസ്തകം കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാനാണെന്നും പറഞ്ഞ് പോകും. അവളുമാരൊക്കെ കുറ്റം മറ്റുള്ളവരുടെ കുറ്റമാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതെന്ന് വളരെ മോശമായി താഴ്ത്തിക്കിട്ട് സംസാരിക്കുക. ഇങ്ങനെ കുറേയേറെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചന്ദനക്കുറിയൊക്കെ ഉള്ള ഒരു ജെന്റിൽമാൻ, ഒരു നല്ലൊരു മനുഷ്യൻ എഴുന്നേറ്റ് അദ്ദേഹത്തെ ശാസിച്ചു. സുഹൃത്തെ, നിങ്ങൾ ഒരുപാട് നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ നീതിമാനാ, ഓക്കെ, നിങ്ങൾ അമ്പലത്തിലോ നിങ്ങൾ പള്ളിയിലോ ഒന്നും പോകണ്ട, നിങ്ങൾ നീതിമാനാ, നിങ്ങളെ ദൈവം രക്ഷിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഓക്കെയാണ്. ഞങ്ങളൊക്കെ പാപികളാണ്, ഈ പോകുന്നവരൊക്കെ ഞങ്ങൾ പാപികളാണെന്ന് വെച്ചോളൂ. ഞങ്ങൾ പാപികളായതുകൊണ്ടാണ് ദൈവത്തെ വിളിക്കുന്നത്, ഞങ്ങൾ പാപികളാണ്, നിങ്ങൾ നീതിമാനാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ അല്പം അദ്ദേഹം ഒന്ന് മിണ്ടാതിരുന്നു. പ്രിയമുള്ളവരെ, പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങളും അപമാനങ്ങളും ഒക്കെ നമ്മൾ ഏൽക്കേണ്ടി വരും. പക്ഷേ ഒന്ന് ഓർത്തുകൊള്ളണം, ഈ അപമാനത്തിനൊക്കെ നമുക്ക് ഒരു സ്ഥാനമുണ്ട്. യേശുദമ്പുരാൻ പറയുകയാണ്, ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് വേണ്ടി നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്നതാണ്. ഈ ശിഷ്യനെ നമ്മൾ പിന്നീട് കാണുന്നത് യേശുദമ്പുരാനോട് കൂടിയിരിക്കുന്ന ഒരു തുണിയൊക്കെ കൊടുത്ത് നല്ല വെണ്മ വസ്ത്രം കൊടുത്ത് യേശുദമ്പുരാനോടിരിക്കുന്ന ഈ ബാല്യക്കാരനെ പിന്നീട് കാണാൻ പറ്റും. അതായത് മറ്റ് 3 സുവിശേഷങ്ങളിലും ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നത് മിന്നലിനൊത്ത ദൈവദൂതന്മാരാണ്. ഈ മഗ്ദലക്കാരത്തി മറിയ ഈ കല്ലറയ്ക്ക് ചെല്ലുമ്പോൾ മറ്റ് 3 സുവിശേഷങ്ങളും കാണുന്നത് ദൈവദൂതന്മാരെ കാണുന്നത്. അവിടെ പറയുകയാണ്, മിന്നലിനൊത്ത വെണ്മയുള്ള വസ്ത്രം ധരിച്ച ദൂതന്മാരാണ് അവിടെ കാണുന്നത്. എന്നാൽ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തെ മാത്രം കാണുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണാനായിട്ട് മഗ്ദലക്കാരത്തി മറിയയും ശലോമിയും യാക്കോബിൻ്റെ അമ്മ മറിയും ഒക്കെ ചെല്ലുമ്പോൾ ഈ ബാല്യക്കാരൻ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതാണ് കാണുന്നത്. ഒരുപക്ഷെങ്കിൽ ഈ ലോകത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യമേ കാണുന്നത് തനിക്ക് വേണ്ടി നഗ്നനാകപ്പെട്ട ആ ബാല്യക്കാരനെയാണ്. ആ ബാല്യക്കാരനാണ് യേശുദമ്പുരാൻ ചേർത്ത് വെച്ച് അവനെ ഉടുപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ഉടുപ്പിച്ച് യേശുദമ്പുരാൻ്റെ കൂടെ ഇരിക്കുന്ന ഈ ബാല്യക്കാരനെ കാണാൻ പറ്റും. ഈ പ്രിയമുള്ളവരെ, യേശുദമ്പുരാൻ നമുക്ക് വേണ്ടി നമ്മളെ ഈ ലോകത്തിൽ നമ്മുടെ നഗ്നത അനാവൃതമാക്കെങ്കിൽ അതിനുവേണ്ടി യേശുദമ്പുരാൻ ഈ ബാല്യക്കാരനും കൂടി തന്നെ ഈ ബാല്യക്കാരന് വേണ്ടിയും കുരിശിൽ നഗ്നനായി കിടന്നാണ്. അതേ യേശുദമ്പുരാൻ നമ്മുടെ നഗ്നത അനാവൃതമാക്കെങ്കിൽ, യേശുദമ്പുരാന് വേണ്ടി നമ്മൾ വേല ചെയ്യുമ്പോൾ നമ്മുടെ പ്രിയസഖ്യപ്പെട്ടെങ്കിൽ ആ യേശുദമ്പുരാൻ ഈ ബാല്യക്കാരനെ ചേർത്ത് നിർത്തിയ പോലെ നമ്മളെയും ചേർത്തുന്ന ഒരവസരമുണ്ട് എന്ന് നമ്മൾ പ്രത്യാശിക്കണം. ആ പ്രത്യാശയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പരിഹാസങ്ങളുണ്ടാകാം, ദുഷികളുണ്ടാകാം, അപമാനിതരാകാം, ഇതുപോലെ നഗ്നത അനാവൃതമാക്കുന്ന നിമിഷങ്ങളുണ്ടാക്കാം. അവിടെയൊക്കെ നമ്മൾ പ്രത്യാശിക്കേണ്ടത് യേശുദമ്പുരാൻ വെണ്മവസ്ത്രം ധരിപ്പിച്ച് ഈ ബാല്യക്കാരനെ പോലെ നമ്മളെയും കൂടെ ഇരുത്തും എന്നുള്ള പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.